പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനവുമായിട്ടായിരിക്കാൻ കർത്താവ് ഇടയാക്കിയതിനായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ വചനം മാറാത്ത വചനമാണ്. ദൈവവചനം നമ്മുടെ സാഹചര്യങ്ങൾക്കും നമ്മുടെ അറിവിനും നമ്മുടെ പരിമിതികൾക്കുമെല്ലാം അതീതമായി പ്രവർത്തിക്കുന്ന വചനമാണ് ദൈവത്തിന്റെ വചനം. നമ്മുടെ അറിവിനും നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ ബുദ്ധിക്കും അതീതമായെന്ന് മാത്രമല്ല, നമ്മുടെ യോഗ്യതകൾക്കും അതീതമായി ദൈവവചനം ഇടപെടും. അതായത് നമ്മളെത്ര നല്ലവരാണെന്ന് നോക്കിയിട്ടല്ല ദൈവവചനത്തിന്റെ പ്രവൃത്തി. ദൈവവചനത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ച് ദൈവവചനത്തിൽ പറയുന്ന ഒരു കാര്യം, ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുക, അവൻ നല്ലവരുടെ മേലും തീയവരുടെ മേലും മഴ പെയ്യിക്കുന്നു. നല്ലവരുടെ മേലും തീയവരുടെ മേലും മഴ പെയ്യിക്കുന്നു. അവനെ സംബന്ധിച്ച് ദൈവത്തെക്കുറിച്ച് പറയുന്നത്, ദൈവം നല്ലവർക്ക് പ്രത്യേകിച്ച് ഒരു മഴയും മോശമായ ആളുകൾക്ക് വേറൊരു മഴയും, അങ്ങനെയല്ല, എല്ലാവർക്കും ഒരുപോലെ മഴയെ കൊടുക്കുന്നവന്. അതിന്റെ അളവിൽ വ്യത്യാസമില്ല, അതിന് ഒരു വ്യത്യാസവും കൂടാതെ എല്ലാവർക്കും ഒരുപോലെ പകരുന്നു എന്ന വചനത്തിൽ പറയുന്നു. അപ്പൊ നമ്മളിലേക്ക് പകരപ്പെടുന്ന ആത്മാവ്, നമ്മളിലേക്ക് പകരപ്പെടുന്ന ദൈവപ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ യോഗ്യത നോക്കിയിട്ടല്ല, നമ്മുടെ യോഗ്യതയല്ല. ദൈവത്തിന്റെ വചനം സകലർക്കും വേണ്ടി പുറപ്പെട്ട വചനം. അതുകൊണ്ട് തന്നെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നത്, ആ കർത്താവിന്റെ വെളിച്ചം, പ്രകാശം ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരുന്നു. ആ പ്രകാശത്തെ കുറിച്ച് പറയുന്നത്, സകലരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. സകലരെയും പ്രകാശിപ്പിക്കുന്നു. അത് പ്രകാശിച്ചു, പക്ഷെ ഇരുള് അതിനെ പിടിച്ചടക്കിയില്ല. ഇരുളിന് അതിനെ പിടിച്ചടക്കാൻ കഴിയാത്ത വണ്ണമുള്ളതായിരുന്നു ആ പ്രകാശത്തിന്റെ ആധിക്യം. അത്രത്തോളം ആ പ്രകാശം സജീവമായിരുന്നു, ശക്തിയേറിയതായിരുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിത സാഹചര്യം എന്തുമാവട്ടെ, കർത്താവ് നിങ്ങളുടെ യോഗ്യതകളെ നോക്കിയോ നിങ്ങളുടെ അയോഗ്യതകളെ നോക്കിയോ അല്ല കർത്താവ് പ്രവർത്തിക്കുന്നത്. ദൈവവചനം ആമേൻ സകലർക്കും വേണ്ടിയുള്ളത്. അത് ജീവിതത്തിനകത്ത് നിങ്ങൾ ഒരു ഇരുട്ടിനകത്ത് കിടക്കുകയാണ്. ആ ഇരുട്ടിൽ നിന്ന് പൊക്കിക്കൊണ്ടുവരാൻ ഈ വചനത്തിന് പവറുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു പരാജയമാണ്, ആ പരാജയത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ഈ വചനത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. ചിന്തിച്ചു നോക്കുക. നമുക്കറിയാം, പ്രകാശദൂരം, പ്രകാശവേഗം എന്നുള്ള പദങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പ്രകാശദൂരം, പ്രകാശം സഞ്ചരിക്കുന്ന വേഗം കുറച്ചുകൂടെ അധികമാണ്, അല്ലേ? ശബ്ദം സഞ്ചരിക്കുന്നത് അല്പം കൂടെ സാവധാനമാണ്. അതുകൊണ്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇടിമിന്നൽ കേൾക്കുമ്പോൾ, ഇടിമിന്നൽ നമ്മൾ ആദ്യം മിന്നൽ കാണുക, കുറച്ച് കഴിഞ്ഞാണ് ശബ്ദം കേൾക്കുന്നത്. മിന്നൽ പെട്ടെന്ന് നമ്മൾ കാണുന്നു, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇടിമുഴക്കം കേൾക്കുന്നത്. കാരണം പ്രകാശം സഞ്ചരിക്കുന്ന വേഗം അസാധാരണമായത്, വളരെ വേഗം. ശബ്ദം സഞ്ചരിക്കാനായിട്ട് കുറച്ചുകൂടെ സമയമെടുക്കും. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഒരു പ്രകാശം, നമുക്കറിയാം, ടോർച്ച് ഉപയോഗിച്ച് നമ്മൾ യാത്ര ചെയ്യോ ഇല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടെത്താനായിട്ട് ശ്രമിക്കുമ്പോൾ, പവർ കുറഞ്ഞ ബൾബ്, പവർ കുറഞ്ഞ ബാറ്ററി ഒക്കെ ഉപയോഗിച്ചുള്ള ആ പ്രകാശത്തിന് ഒരു പരിധിക്കപ്പുറത്ത് സഞ്ചരിക്കാൻ കഴിയത്തില്ല. എന്നാൽ എത്രത്തോളം പവർ കൂടുതലാണോ അത്രത്തോളം ദൂരം ആ വെളിച്ചം എത്തും. പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്കിക്കേ, ദൈവമാകുന്ന വെളിച്ചം, അവൻ ലോകത്തിന് വെളിച്ചമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആകുന്ന വെളിച്ചം, നമ്മളിൽ വസിക്കുന്ന ക്രിസ്തു ആകുന്ന വെളിച്ചം, ആമേൻ, ആ പവർ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതിന്റെ പവർ നിങ്ങൾക്ക് പറയാൻ സാധിക്കും? ഇല്ല, പറയാൻ പറ്റത്തില്ല. നമുക്ക് പറയാൻ സാധ്യമല്ലത്, അത് അളക്കാൻ സാധ്യമല്ല. അത് നാം ചിന്തിക്കുന്നതിനും നമ്മൾ മനസ്സിലാക്കുന്നതിനും എല്ലാം വളരെ അതീതമാണ്. അതുകൊണ്ട് ഈ പവർ, ഈ പ്രകാശത്തിന്റെ ശക്തി നമ്മുടെ ബുദ്ധിക്കെല്ലാം അതീതമായതുകൊണ്ട് ഇത് സഞ്ചരിക്കുന്ന ദൂരവും ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശം. എത്ര വലിയ ദൂരെ ദൈവത്തിൽ നിന്ന് മാറിപ്പോയവനെ, എത്രമാത്രം ആഴത്തിൽ കുഴിയില് അഗാധമായ ഇരുട്ടിൽ വീണുപോയവനെയും അവൻ വിടുവിച്ചു കൊണ്ടുവരാനായിട്ട് ഈ പ്രകാശത്തിന് പവറുണ്ട്. ദൈവവചനം എൻ്റെ പാതയ്ക്ക് പ്രകാശമാണ്. പ്രിയപ്പെട്ടവരെ, മറക്കരുത്, ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നത് നിങ്ങളുടെ യോഗ്യതകളും അയോഗ്യതകളും, നിങ്ങളുടെ കഴിവും, നിങ്ങളുടെ കുടുംബ മഹിമയും, നിങ്ങളുടെ ആത്മീയ അനുഭവങ്ങളും,
നിങ്ങളുടെ സ്പിരിച്വലുള്ള നിങ്ങളുടെ കുറെ പെരുമാറ്റങ്ങൾ, ഇതൊന്നും നോക്കിയിട്ടല്ല ദൈവവചനം ഇടപെടുന്നത്. ദൈവവചനം നിങ്ങളിൽ ഇടപെടുന്നത് ഹല്ലേലൂയ നിങ്ങളുടെ യോഗ്യതകളും അയോഗ്യതകളും എല്ലാം അതിനെല്ലാം അതീതമായിട്ടാണ്. അതുകൊണ്ട് ദൈവവചനത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. നമ്മുടെ ചെറിയ നിലയിൽ കർത്താവിനെ കാണരുത്. അവൻ സ്നേഹവാനാണ്, അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. നിങ്ങളുടെ യോഗ്യതകളും അയോഗ്യതകളും ഒന്നും കണക്കിടാതെ നിങ്ങളെ മാനിക്കുന്നവനാണ് ദൈവവചനം. അതെ, ഹല്ലേലൂയ, ആമേൻ. ദൈവവചനത്തെക്കുറിച്ച് അവനെന്ന് തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത് അവൻ എന്നാണ്. ആ വചനമാകുന്നവൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് നമ്മുടെ യോഗ്യത നോക്കിയിട്ടല്ല. നമുക്കറിയാം 38 വർഷം കുളക്കരെ കിടന്നവൻ, അവന്റെ അടുക്കല് കർത്താവിന്റെ സാന്നിധ്യം, കർത്താവ് ഇറങ്ങി വന്നപ്പോ കർത്താവ് ഹല്ലേലൂയ അവിടെ ആ ആട്ടുവാതിലൂടെ കർത്താവ് ബെഥസ്ദ കുളത്തിന്റെ കരയിലെത്തി. അവിടെ ഇവനെ കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായി അവൻ അവിടെ കിടക്കുന്നു എന്ന് അറിഞ്ഞു. 5-ാം അധ്യായം 6-ാം വാക്യം, യോഹന്നാൻ 5:6. അപ്പോഴ് കർത്താവ് അവനോട് ചോദിച്ച ചോദ്യം, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? അതായത് കർത്താവ് പറയുന്നൊരു കാര്യമാണ്, യു ഹാവ് നീഡ്, നിനക്ക് ആവശ്യമുണ്ട്. എന്താ? സൗഖ്യമാകണമെന്ന് ആവശ്യമുണ്ട്. പക്ഷെ സൗഖ്യമാകണമെന്ന് ആവശ്യമുള്ള നിനക്കൊരു ചെറിയ കുഴപ്പമുണ്ട്. സൗഖ്യം ആവശ്യമുണ്ട് നിനക്ക്, പക്ഷെ ഹല്ലേലൂയ ആമേൻ, അതിന് സൗഖ്യത്തിനുള്ള സാധ്യതകൾ മുൻപിലുണ്ട്. there is need, there is provision also there. But Jesus asked to him, are you willing? You need it. Need is there, provision is there. Are you willing? നിനക്ക് സൗഖ്യം ആവശ്യമുണ്ട്, സൗഖ്യം ഓൾറെഡി അവിടെ ഉണ്ട്. ഹല്ലേലൂയ. പക്ഷെ നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് മനസ്സുണ്ടോ? ജീവിതത്തിൽ അത്ഭുതങ്ങള്, ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആവശ്യങ്ങൾ എന്തുമാകട്ടെ, പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പ്രാർത്ഥിക്കാനുള്ള കൃപയും അവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് മനസ്സുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ വിടുതലും അനുഗ്രഹവും ജയമെല്ലാം യേശുവിന്റെ ക്രൂശ് മരണം പുനരുത്ഥാനത്തോടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുക. അത് കർത്താവ് നൽകി കഴിഞ്ഞത്, നമുക്ക് വേണ്ടി അത് ഒരുക്കപ്പെട്ട് കഴിഞ്ഞതാണ്, നൽകപ്പെട്ട് കഴിഞ്ഞതാണ്. കർത്താവിന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ, ആമേൻ, ഇത് ഞാനിതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ട്, സൗഖ്യത്തിന്റെ ആവശ്യമുണ്ട്, വിടുതലിന്റെ ആവശ്യമുണ്ട്, സമൃദ്ധിയുടെ ആവശ്യമുണ്ട്, ജയത്തിന്റെ ആവശ്യമുണ്ട്, ഉയർച്ചയുടെ ആവശ്യമുണ്ട്. ഈ ആവശ്യങ്ങളെല്ലാം നിങ്ങളുടെ മുമ്പിലുണ്ട്. കർത്താവ് ചോദിക്കുന്ന ചോദ്യം, ഈ ആവശ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്, അതിനുള്ള സാധ്യതകൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. പക്ഷേ നിങ്ങൾക്ക് മനസ്സുണ്ടോ? നിങ്ങളുടെ അകത്തിരിക്കുന്ന ഭയത്തെ ഒന്ന് എടുത്തു മാറ്റാനായിട്ട്, നിങ്ങളായിരിക്കുന്ന സ്ഥലത്തു നിന്ന് ഒന്ന് എഴുന്നേൽക്കാനായിട്ട്, അല്പം കൂടെ അധികമായിട്ട് ഹല്ലേലൂയ ഒന്ന് സ്റ്റെപ്പ് ഇൻ ചെയ്യാനായിട്ട്, കുറച്ചുകൂടെ അധികമായി കർത്താവ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഞാനത് ചെയ്യാനായിട്ട് എന്നെ ഏൽപ്പിക്കുക എന്ന് അടുത്ത ലെവലിൽ ഒന്ന് സ്റ്റെപ്പ് ഇൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അടുത്ത ലെവലിലൊന്ന് കാലുകൾ എടുത്തു വെക്കാനായിട്ട് നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ദൈവവചനം നിങ്ങളായിരിക്കുന്ന ഭവനത്തിനകത്ത് ഹല്ലേലൂയ ഈ വചനം നിങ്ങളെ വിടുവിക്കാൻ തയ്യാറായിട്ട് വന്ന് പുറപ്പെട്ടു നിൽക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ എപ്പോഴും പരിചയപ്പെടുത്തുമ്പോൾ പറയുന്നത് പോലെ തന്നെ ഈ പ്രോഗ്രാമിന്റെ പ്രധാന ഉദ്ദേശം വചനത്തിലേക്ക് മടങ്ങി വരിക എന്നതാണ്. വചനത്തിലേക്ക്, കം ബാക്ക് ടു ദ വേർഡ് ഓഫ് ഗാഡ്. ഹല്ലേലൂയ. ആമേൻ. അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും വീര്യപ്രവൃത്തികളും എല്ലാം ഫോക്കസ് ചെയ്തിട്ട് ഹല്ലേലൂയ അതാണ് ദൈവം എന്ന് ഹല്ലേലൂയ കണ്ട് അവിടെ വീണു പോകാതല്ല, വചനത്തിലേക്ക് തിരിഞ്ഞിട്ട് ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള അത്ഭുതങ്ങളിൽ ജീവിക്കുമ്പോൾ, അതേ അത്ഭുതങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയ ദൈവവചനമല്ല, ദൈവവചനത്തിൽ അധിഷ്ഠിതമായ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുമ്പോൾ ജീവിതം മാറി മറിയും. പ്രിയപ്പെട്ടവർ, ഇതുവരെയും നമ്മുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ എവിടെയെല്ലാം പരാജയത്തിന്റെ ഭീതി നിങ്ങളെ തൊട്ടിട്ടുണ്ടോ, അവിടെയെല്ലാം നിങ്ങൾ വചനത്തിൽ നിന്ന് അകന്നു പോയതുകൊണ്ടോ? എപ്പോഴാണോ നിങ്ങൾ വചനത്തിലേക്ക് മടങ്ങി വരുന്നത്, വചനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അതേ വചനം നിങ്ങളിൽ അത്ഭുതം ചെയ്യും. വചനം നിങ്ങളുടെ സാധ്യതകളെ ഹല്ലേലൂയ ആമേൻ പുതുക്കി പണിയും. ഹല്ലേലൂയ. വചനം നിങ്ങളുടെ അവസ്ഥകളെ മാറ്റിമറിക്കും. നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നിൽക്കുന്ന വെല്ലുവിളികളെല്ലാം ഹല്ലേലൂയ, നമുക്കറിയാം കർത്താവ് ആമേൻ വിതയ്ക്കുന്നവന്റെ ഉപമ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്.
വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പോയി. അത് ചിലത് അല്ലെ വഴിയരികിൽ വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് പാറപ്പുറത്ത് വീണു. അത് അല്ലെ അതിന് മൂന്നിന്റെയും ഫലത്തെ കുറിച്ച് പറയുന്നു. എന്നാൽ നാലാമത്തത് നല്ല നിലത്ത് വീണു. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയാണ് കർത്താവ് പറയുന്നത്, വചനം കേട്ടു, ആമേൻ, അത് കേട്ടവരെങ്കിലും അത് കൈക്കൊണ്ടില്ല. അത് വഴിയരികിൽ വീണത്, പാറപ്പുറത്ത് വീണത് സന്തോഷത്തോടെ സ്വീകരിച്ചു. വേരിലായികൾ ഉണങ്ങിപ്പോയി. മുള്ളിനിടയിൽ വീണത്, അത് വചനം കേട്ടു സ്വീകരിച്ചു. എന്നാൽ അവര് ധനത്തിന്റെ വഞ്ചനയാലും നാനാമോഹത്താലും വലഞ്ഞപ്പോ വചനത്തിന് വചനം കേട്ട വചനത്തിന് അതിലെ ഉറപ്പിക്കത്തക്കവണ്ണം അതിന്റെ ഉറപ്പിനെ ചോദ്യം ചെയ്യുന്ന പോലെ വെല്ലുവിളികൾ വന്നപ്പോ അവർക്ക് നിൽക്കാൻ സാധിക്കാത്തതുകൊണ്ട് ആ വചനം വേണ്ട പോലെ ഫലം കായ്ച്ചില്ല. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്ന് നിങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി ഒരു വിത്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് വീഴുകയാണ്. ഹല്ലേലൂയ. അതിനെ സ്വീകരിച്ച് അതിനെ ഫലം കായ്ക്കത്തക്കവണ്ണം നിങ്ങൾ അവസരം കൊടുക്കുമ്പോൾ ആ വചനം നിങ്ങൾ സൗഖ്യമായി തന്നെ മാറും. സമൃദ്ധിയുടെ വചനം നിങ്ങളിലേക്ക് വീഴുകയാണ്. അത് നിങ്ങൾ സ്വീകരിക്കുമ്പോൾ, അത് നിങ്ങൾ അംഗീകരിക്കുമ്പോൾ, അത് നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ, അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ വചനം നിങ്ങളെ ബലപ്പെടുത്തുവാൻ ശക്തിയുള്ളതാണ്. ഹല്ലേലൂയ. അത് നിങ്ങളുടെ സമൃദ്ധിയിലേക്ക് നിങ്ങളെ നടത്തുവാൻ ശക്തിയുള്ളതാണ്. അത് ആ വചനത്തിന് വിരോധമായ വെല്ലുവിളികൾ വരുമ്പോൾ അവിടെ വിട്ടുകൊടുക്കുന്നവരാകരുത്. നിങ്ങളുടെ അകത്ത് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ, എന്റെ ജീവിതത്തിൽ എന്റെ കർത്താവ് എന്നെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതല്ലാതെ മനുഷ്യൻ പറഞ്ഞതോ മനുഷ്യൻ എന്നെ കുറിച്ച് ഡിസൈൻ ചെയ്തതോ അതൊന്നും നടക്കത്തില്ല. ഇതിനു മുമ്പ് എന്റെ ജീവിതത്തിനകത്ത് മനുഷ്യൻ വിതച്ച ചില വിത്തുകളുണ്ട്. എന്റെ നന്മയ്ക്ക്, എന്റെ അനുഗ്രഹത്തിന്, എന്റെ അഭിവൃദ്ധിക്ക്, എന്റെ ഗുണത്തിന്, എന്റെ തലമുറകൾക്ക്, എന്റെ കുടുംബ ജീവിതത്തിന് വിരോധമായി മനുഷ്യന്റെ അറിവില്ലായ്മ കൊണ്ട്, മനുഷ്യന്റെ പരിമിതികൾ കൊണ്ട് എനിക്ക് വിരോധമായി വിതച്ച വിത്തുകളുണ്ട്. ഞാൻ പറയുന്നു, ഇല്ല, ആ വിത്തല്ല എന്നിൽ വളരാൻ പോകുന്നത്. എന്നിൽ വിതച്ച ദൈവവചനമാകുന്ന വിത്ത് വളരുമ്പോൾ അതെന്നെ സമൃദ്ധിയിലേക്ക്, സന്തോഷത്തിലേക്ക്, കുടുംബജീവിതത്തിന്റെ ആനന്ദത്തിലേക്ക്, സ്വസ്ഥതയിലേക്ക്, സമൃദ്ധിയിലേക്ക്, അധികാരത്തിലേക്ക്, മാനത്തിലേക്ക് എന്നെ നടത്തും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഹല്ലേലൂയ, മറ്റുള്ളവർ നിങ്ങളിലേക്ക് വിതച്ച ആ വിത്തിന്റെ ഫലം നിങ്ങൾ പ്രതീക്ഷിക്കാതെ സ്വർഗത്തിലെ ദൈവം നിങ്ങളിൽ വിതച്ച ആ വിത്തിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നെങ്കിൽ അത് ഹല്ലേലൂയ, അത് വലിയ ഫലകരമായ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റിമറിക്കുന്ന, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവർ അതിനെ തികയ്ക്കുന്ന നിലയിൽ നിങ്ങൾ അത്ഭുതം കാണും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ദൈവവചനത്തിലേക്ക് മടങ്ങി വരിക, വചനത്തെ സ്വീകരിക്കുക. ഇന്ന് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് എവിടെയാണെങ്കിലും ശരി, നിങ്ങൾ ഒരു പക്ഷേ യാത്രയിലാണോ, നിങ്ങൾ ഭവനത്തിലാണോ, ഓഫീസിലാണോ, എവിടെ ഇരുന്ന് ഈ വചനം കേട്ടുകൊണ്ടിരുന്നാലും ഈ വചനത്തിലൂടെ ഒരു സൗഖ്യം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കത്തോടിരിക്കുക. നിങ്ങളുടെ വിടുതലിനായി, നിങ്ങളുടെ ജയത്തിനായി, നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റിമറിക്കത്തക്കവണ്ണം വചനം നിങ്ങൾക്കായിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾ തയ്യാറാണോ ആ വചനത്തെ ഒന്ന് ഏറ്റെടുക്കാനായിട്ട്? നിങ്ങൾ ഒരുക്കമുള്ളവരാണോ ആ വചനത്തിന് ജീവൻ വെപ്പിക്കാനായിട്ട്? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. വചനത്തിന് നിങ്ങളാണ് ജീവൻ വെപ്പിക്കുന്നത്. ഹല്ലേലൂയ. അല്ല, വചനത്തിന് നിങ്ങളല്ല ജീവൻ വെപ്പിക്കുന്നത്. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, കോതമ്പ് മണി തനിയെ ഇരിക്കുന്നുവെങ്കിൽ അത് ഫലം കായ്ക്കത്തില്ല, എന്നാൽ നിലത്ത് വീണ് ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കും. പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ, കോതമ്പ് മണി അത് ഒരൊറ്റ മണി മതി. ഹല്ലേലൂയ, അനേക കോതമ്പുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ ദൈവവചനം, ഹല്ലേലൂയ, അത് ഒരൊറ്റ വേർഡ് മതി. നിങ്ങളത് സ്വീകരിക്കുമ്പോൾ അതിൽ സംഭവിക്കേണ്ട കാര്യം എന്താ? അത് നിലത്ത് വീണ് ചാകാൻ അനുവദിക്കണം. അതിന് ഹല്ലേലൂയ, അത് വീഴുമ്പോ ആ നിലത്തിന്റെ വെള്ളം, ഹല്ലേലൂയ, അത് ആ നിലത്തിന്റെ ഫലപുഷ്ടിയൊക്കെ ആ വിത്തിന്റെ വളർച്ചയെ സ്വാധീനിക്കുന്ന നിങ്ങളുടെ ഹൃദയം നല്ല നിലമായി മാറുക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾ ഇന്ന് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. എന്താണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്? അവിശ്വാസമാണ് ദുഷ്ടഹൃദയം. ഹല്ലേലൂയ. വിശ്വസിക്കുമ്പോൾ അത് നല്ല നിലമായി മാറുക. പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ, നല്ല നിലമായി മാറാനായിട്ട് നിങ്ങളുടെ വിശുദ്ധിയോ, നിങ്ങളുടെ പുണ്യപ്രവൃത്തിയോ, നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളോ, നിങ്ങൾ എന്തൊക്കെയോ ചില കാര്യങ്ങളെ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിശുദ്ധരായി തീരുക എന്നതല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ അർത്ഥമാക്കുന്ന ഏക കാര്യം ഇതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ, ഏത് സാഹചര്യങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിലും നിങ്ങളുടെ ജീവിതത്തെ കർത്താവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ, കർത്താവിനെ വിശ്വസിക്കാനായിട്ട് നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് തുറക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയത്തെ ദൈവവചനത്തിന് വേണ്ടി തുറക്കുമ്പോൾ, ദൈവവചനത്തിലുള്ള വിശ്വാസത്തിനായി, യേശുവിന്റെ കർത്തൃത്വത്തിനായി നിങ്ങളുടെ ഹൃദയത്തെ ഓപ്പൺ ചെയ്യുമ്പോൾ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ, എന്ത് ദുഷ്ടത ഉണ്ടെങ്കിലും, അതായത് ദുഷ്ടത എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, നിങ്ങൾ അതിനെ തെറ്റിദ്ധരിക്കരുത്, അവിശ്വാസത്തെയാണ് അവിടെ പറയുന്നത്. എന്നാൽ നിങ്ങൾ വിശ്വാസമകത്ത് വർദ്ധിക്കുമ്പോൾ നിങ്ങളുടെ അവസ്ഥകൾ മാറും. നിങ്ങളെക്കുറിച്ചുള്ള
ദൈവിക പദ്ധതി നിങ്ങളെ നിവർത്തിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ആ വചനം നിങ്ങൾ സ്വീകരിക്കുമ്പോൾ, വചനത്തെ സ്വീകരിച്ച് കർത്താവ് ഹല്ലേലൂയ ആ 38 വർഷം കുളക്കരെ കിടന്നവനോട് പറഞ്ഞൊരു വാക്കുണ്ട്. ആമേൻ. ഇത്രേ പറഞ്ഞുകൊണ്ട് കർത്താവ് ഹല്ലേലൂയ അവന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അവൻ പറഞ്ഞ കാര്യം, കർത്താവേ, ഞാൻ പലവട്ടം ഇറങ്ങാനായിട്ട് ശ്രമിച്ചു, പക്ഷെ പലപ്പോഴും ആരെങ്കിലും എനിക്ക് മുമ്പേ ഇറങ്ങും. അതുകൊണ്ട് എനിക്ക് സൗഖ്യം പ്രാപിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഈ കുളത്തിലെ നിയമം എങ്ങനെയാണ്? ദൂതൻ ഇറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങുമ്പോൾ ആദ്യം ഇറങ്ങുന്നവൻ ആരാണെങ്കിലും സൗഖ്യമുണ്ട്. അത് ദിവസത്തിൽ പലവട്ടം നടക്കോ ഇല്ലയോ നമുക്കറിയത്തില്ല, ആഴ്ചയിൽ ഒരിക്കലാണോ നമുക്കറിയില്ല. പക്ഷെ ഹല്ലേലൂയ അവിടെ അച്ചിട്ടാണ്. അത് പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. അത് പറഞ്ഞ പോലെ തന്നെയാണ്. അവിടെ ഇറങ്ങിയാൽ സൗഖ്യമാണ്. പക്ഷെ ഇവൻ പലവട്ടം ശ്രമിച്ചു, സൗഖ്യമായിട്ടില്ല. രണ്ട്, അവൻ പറയുന്നത്, ഞാൻ പലരോടും സഹായം ആവശ്യപ്പെട്ടു, ആരും എന്നെ സഹായിക്കാൻ ഇവിടെ തയ്യാറല്ല. കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം, ഹല്ലേലൂയ, ആമേൻ, നീ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, മറ്റുള്ളവരെല്ലാം ഹല്ലേലൂയ അവരെല്ലാം അപ്രീഷിയേറ്റ് ചെയ്തിട്ട് നീ നിന്നെ തന്നെ ചെറുതായിട്ട് കാണാൻ വിളിക്കപ്പെട്ട ആളല്ല നീ. ഹല്ലേലൂയ. നമുക്ക് മറ്റുള്ളവരെല്ലാം സ്നേഹിക്കാനായിട്ട് വലിയ സന്തോഷമുള്ള കൂട്ടത്തിലാണ്. മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം നമ്മൾ ചെയ്യും. പക്ഷെ പലപ്പോഴും നമ്മളെ സ്നേഹിക്കാറില്ല, നമ്മളെ കർത്താവിൽ വളർത്താറില്ല. നമുക്ക് നമ്മുടെ കാര്യത്തിൽ നമുക്ക് സമയമില്ല പലപ്പോഴും. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് ചോദിക്കുന്ന കാര്യം, മകനെ, ഈ സാഹചര്യങ്ങളെല്ലാം ഓക്കെ, നിന്നെ ആരും സഹായിച്ചില്ല, സമ്മതിച്ചു, നീ പോയിട്ട് നിനക്ക് അവിടെ എത്താൻ സാധിച്ചില്ല, ഓക്കെ, ഞാൻ എഗ്രി ചെയ്യുക. പക്ഷെ കർത്താവ് ചോദിക്കുന്ന കാര്യം ഇതാണ്, നിനക്ക് മനസ്സുണ്ടോ? നിനക്കിപ്പോ മനഃപൂർവ്വമായിട്ട് എനിക്ക് ഈ സൗഖ്യം കിട്ടിയേ പറ്റൂ എന്ന് നിന്റെ അകത്ത് താല്പര്യമുണ്ട്. കർത്താവ് പറയുന്ന ഒരു കാര്യം ഇതാ, നീ ഒരു കാര്യം ചെയ്യും, നിന്റെ കിടക്ക് എടുത്തങ്ങ് നടക്കുക. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ഒരു വചനം പറയുന്നത് ഇങ്ങനെയാണ്, അവിടെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അവൻ ക്ഷണത്തിൽ എന്ത് ചെയ്തു? അവൻ കിടക്ക് എടുത്ത് നടന്നു. ഹല്ലേലൂയ. കിടക്ക് എടുത്ത് നടന്നു. അവന്റെ ജീവിതത്തിനകത്ത് അവന്റെ സാഹചര്യങ്ങൾ നോക്കിയാൽ 38 വർഷമായിട്ട് അവൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, അവൻ ഈ വെള്ളത്തിനരികിലേക്ക് പോകാൻ നോക്കിയതാ. പലവട്ടം ശ്രമിച്ചതാണ്, പക്ഷെ അവന് അത് സാധിച്ചില്ല, വെള്ളത്തിൽ ചാടാൻ പറ്റിയില്ല. അതുപോലെ തന്നെ പലരുടെ സഹായം ആവശ്യപ്പെട്ടു, ആരും അവനെ സഹായിക്കാനും തയ്യാറല്ല. അങ്ങനെ ഇരുന്ന ഒരുവനോട് കർത്താവ് പറയുക, കിടക്കെടുത്ത് നടക്കാൻ. നീ മറ്റുള്ളവരുടെ സഹായം ചോദിച്ചതിരിക്കട്ടെ, നീ ശ്രമിച്ചതിരിക്കട്ടെ, ഇപ്പോ നിന്റെ അകത്തൊരു തീരുമാനം എടുക്കുക. ആമേൻ. ഹല്ലേലൂയ. നിന്റെ കിടക്കെടുത്ത് നടന്നേ. പ്രിയപ്പെട്ടവർ, ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ യേശുവിന്റെ നാമത്തിൽ പറയട്ടെ, നിങ്ങളുടെ ജീവിത സാഹചര്യം എന്തുമാകട്ടെ, നിങ്ങളുടെ സാഹചര്യങ്ങളോ നിങ്ങളുടെ ചുറ്റുപാടുകളോ, അത് കർത്താവിന് അറിയണ്ട. കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം, നിനക്ക് മനസ്സുണ്ടോ ഈ സാഹചര്യങ്ങളെ അവഗണിച്ചൊന്ന് മുന്നോട്ട് പോകാനായിട്ട്? അത് നിന്റെ മുമ്പിൽ ചുറ്റുപാടുകൾ പ്രതികൂലങ്ങൾ കാണും, പക്ഷെ നിന്റെ മൈൻഡ് ഒന്ന് മാറ്റാമോ? ഹല്ലേലൂയ. നിന്റെ ചുറ്റുപാടുകളിൽ മറ്റുള്ളവരുടെ നെഗറ്റീവ് ചിന്തിച്ച് അവർക്ക് നിന്നോട് വെറുപ്പ, അവർ ഇന്നലെ അങ്ങനെ പറഞ്ഞില്ലേ, അവരങ്ങനെ പറഞ്ഞില്ലേ, ഇവരിങ്ങനെ പറഞ്ഞില്ലേ, അവരെ ഒന്ന് റിലീസ് ചെയ്യാൻ നീ റെഡിയാണോ? അവരെ സ്നേഹിക്കാനായിട്ട് നീ റെഡിയാണോ? അവർ നിന്നെ കാണുന്നത് പോലെ തന്നെ നീ തിരിച്ചു കാണാൻ, അവരെ നിന്നെ ചിന്തിച്ചത് ഇങ്ങനെ വീണ്ടും ചിന്തിക്കാൻ, അവരെന്തിനാ അങ്ങനെ പറഞ്ഞത്, അവർ പറഞ്ഞതിന്റെ അവർ പറഞ്ഞത് ഇന്ന പ്രശ്നം കൊണ്ടാണോ, അവരെന്നെ കുറിച്ച് എന്താ ചിന്തിക്കുന്നതെന്ന് അറിയാമോ? ഇത് ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവർ, നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ച് അവരുടെ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് നിങ്ങളുടെ ജീവിതത്തിന്റെ സ്വസ്ഥതയെ കളയാതെ നിങ്ങളുടെ അകത്തൊരു ഹല്ലേലൂയ ബലം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. എനിക്ക് മറ്റുള്ളവരെ കുറിച്ച് ഹല്ലേലൂയ എനിക്ക് അറിയേണ്ട കാര്യമില്ല, എന്റെ പണി അതല്ല. എനിക്കൊരു കാര്യമുണ്ട്, എന്നെ കുറിച്ച് കർത്താവ് പറഞ്ഞ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതല്ലാതെ, കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതല്ലാതെ ഒന്നും എന്നിൽ സംഭവിക്കുകയില്ല എന്ന് നിങ്ങളുടെ ഉള്ളിൽ ബോധ്യവും ഉറപ്പുമുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഒരു ദോഷവും നിങ്ങളുടെ മേൽ വരാൻ കർത്താവ് അനുവദിക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവനോട് കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞു. അവൻ കിടക്കെടുത്ത് നടന്നു. പ്രിയപ്പെട്ടവരെ, അതെന്നാണ്? ശബത്ത് ദിവസമാണ്. ഹല്ലേലൂയ. അത് ശബത്ത് ദിവസമാണ്. അപ്പോ അവിടുത്തെ നിയമം അനുസരിച്ച് ആദ്യം ഇറങ്ങണം, അവിടുത്തെ നിയമം അനുസരിച്ച് വെള്ളം കലങ്ങണം, അവിടുത്തെ നിയമം അനുസരിച്ച് ഹല്ലേലൂയ ആമേൻ ആ ദൂതൻ ഇറങ്ങിയാൽ മാത്രമേ അവിടെ അത്ഭുതം നടക്കത്തുള്ളൂ. നിയമത്തിന് വിധേയപ്പെട്ട് ഒരു അത്ഭുതത്തിന് വേണ്ടി അവൻ വെയിറ്റ് ചെയ്യാം. നിയമത്തിന് വിധേയപ്പെട്ട് അവൻ ശ്രമിച്ചിട്ട് നടന്നില്ല. ഇവിടെ ശബത്തിൽ ഒരു നിയമമുണ്ട്, കിടക്കെടുക്കാൻ പാടില്ല, നടക്കാൻ പാടില്ല. ആമേൻ. എന്നാൽ കർത്താവ് അവനോട് പറഞ്ഞു, കിടക്കെടുത്ത് നടക്കാം. ആമേൻ. കർത്താവ് പറഞ്ഞപ്പോ അവൻ ചെയ്തൊരു കാര്യമാണ്, ആ കിടക്കെടുത്ത് നടന്നു. അവൻ അവിടെ ഇത് ശബത്ത് ദിവസമാണ്, ഇത് ചെയ്യാൻ പാടില്ല, അതൊന്നും അവന്റെ മനസ്സിനെ, അവന്റെ ചിന്തകളെ അതൊന്നും സ്വാധീനിച്ചില്ല. അവൻ അപ്പൊ തന്നെ കിട്ടിയ അവസരത്തിന് അവൻ കിടക്കെടുത്ത് ചാടി, അവൻ ഓടി, ആ സ്ഥലത്ത് നിന്ന് അവൻ ഓടി രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. എന്നാൽ അവനെ ചില ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. അവനെ സൗഖ്യമാക്കിയ നിമിത്തം യഹൂദന്മാർ യേശുവിനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ പ്രിയപ്പെട്ടവർ, അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, കർത്താവ് അവനെ പിന്നെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടപ്പോ അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മകനെ, സൗഖ്യമായത് ശരിയാ, പക്ഷെ അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത്.
നീ പാപം ചെയ്യരുത്. അതായത് അവന്റെ ജീവിതത്തിനകത്ത് അവൻ ഇത്രയും വലിയ ഈ 38 വർഷം കുളക്കരയിൽ കിടക്കുക. അവന് 38 വർഷം ഈ കുളക്കരയിൽ കിടന്ന് ഇവനെ സംബന്ധിച്ചിടത്തോളം സൗഖ്യം പ്രാപിക്കാതിരുന്നതിന് കാരണം ആരും ഇവനെ എടുത്തുകൊണ്ട് പോകാതിരുന്നതല്ല, ആരും ഇവനെ സഹായിക്കാതിരുന്നതല്ല, ഇവൻ ആദ്യം ചാടാനുള്ള അവസരം കിട്ടാതിരുന്ന ഒന്നല്ല. അവൻ കർത്താവ് അവിടെ അവന്റെ സൗഖ്യമാകാതിരുന്നതിന്റെ യഥാർത്ഥ വിഷയം അവിടെ പറയുക, നിന്റെ അകത്ത് നിനക്ക് തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത്. അപ്പൊ അവിടെ ബെഥസ്ദ കുളക്കരയിൽ കിടന്നപ്പോഴും അവനൊരു പാപത്തിന് അടിമപ്പെട്ടവനായിരുന്നു. അവൻ എവിടെയാ? ദേവാലയത്തിന്റെ കോമ്പൗണ്ടിനകത്താ, അവിടെ രോഗികളുടെ കൂട്ടത്തില. അപ്പോഴും ഇവനകത്ത് മാനസാന്തരം ഉണ്ടായിട്ടില്ല. ഇവന് സൗഖ്യമായത് മാനസാന്തരപ്പെട്ടിട്ടും അല്ല കേട്ടോ. അപ്പൊ പക്ഷെ കർത്താവ് ഇവന് സൗഖ്യമായി ഇവനെ അതിനുശേഷം പിന്നീട് കണ്ടപ്പോ അവനോട് പറയുകയാണ്, നീ ഇനി പാപം ചെയ്യരുത്, നീ ഇനി പാപം ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ അവനില് ആ സൗഖ്യം ഉണ്ടാകാതിരിക്കാനുള്ള 2 കാരണങ്ങൾ നമുക്കറിയാം. ആ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെല്ലാം കുറ്റബോധത്തിൽ വാഴുന്നവരാ. ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ യാഗം അർപ്പിച്ചില്ലെങ്കിൽ, അതിന് വേണ്ടുന്ന പരിഹാരക്രിയകൾ അർപ്പിച്ചില്ലെങ്കിൽ അത് വലിയ തെറ്റാ. ആ കുറ്റബോധത്തിനകത്ത് തന്നെ കിടക്കും. അപ്പൊ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവന്റെ ജീവിതത്തിനകത്ത് ഇവൻ കുറ്റവാളിയാണ്, ഒരു പാപം ചെയ്തവനാണ്, പാപിയാണ്. ഇവന് സൗഖ്യമാകാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താന്ന് വെച്ചാൽ ഇവനോട് തന്നെ ഒരു മനോഭാവം ഉണ്ട്, ഞാൻ പാപിയാ, ഞാൻ കൊള്ളത്തില്ലാത്തവനാ. ഇവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യമാ, അധികം തിന്മയാത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്യും. നിന്റെ അകത്ത് നീ പാപിയാന്നുള്ള ചിന്ത അങ്ങോട്ട് മാറ്റ്. നിന്റെ അയോഗ്യതകളുടെ ചിന്തകൾ അങ്ങോട്ട് മാറ്റ്. നിന്റെ അവസ്ഥകളെ മാറ്റാനായിട്ട് ഞാൻ നിന്റെ കൂടെ ഉള്ളപ്പോ വേറെ ആർക്കും അതിനെ ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള പവർ ഇല്ല, അതിനുള്ള സാധ്യത ഞാൻ കൊടുത്തിട്ടില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ നമ്മള് ഈ പാപം അല്ലെങ്കിൽ ഒരു കുറ്റം, തെറ്റുകൾ എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം നമുക്ക് പറ്റി, നമ്മൾ ചെയ്തു, ഇല്ലെങ്കിൽ കഴിഞ്ഞു. പക്ഷേ അത് ഒരിക്കലായിട്ട് നടന്നു. പക്ഷേ നമ്മളെ പിന്തുടരുന്ന ഒരു കാര്യമുണ്ട്. ആ കുറ്റബോധം നമ്മളെ നാളുകൾ, ചിലരുടെ ജീവിതത്തിൽ ആയുഷ്കാലം മുഴുവൻ ആ കുറ്റബോധം അവരെ ഇങ്ങനെ അലട്ടിയിട്ട് അവരുടെ ജീവിതം തന്നെ പാഴായി പോകുന്നത് കാണാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്ന കാര്യമാണ്. നിങ്ങൾക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടായിരിക്കാം, തെറ്റുകൾ പറ്റിയിട്ടുണ്ടായിരിക്കാം, വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. കർത്താവ് നിങ്ങളോട് പറയുന്ന കാര്യം, നിങ്ങളുടെ അകത്തുനിന്ന് ആ കുറ്റബോധത്തെ ഒന്ന് എടുത്തു കളാം. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ നിരാശയുടെ ബോധത്തെ ഒന്ന് എടുത്തു കളാം. നിങ്ങളുടെ അകത്ത് ആ മുറിവേറ്റ അവസ്ഥയില് ആ മുറിവുകളെ ഒന്ന് എടുത്തു കളാം. നിങ്ങളുടെ അവസ്ഥകളെ മാറ്റാനായിട്ട് കർത്താവിനല്ലാതെ വേറെ ആർക്കും സാധ്യമല്ല. നിങ്ങളൊന്ന് വിശ്വസിക്കാമോ? നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുന്ന കർത്താവിലും, അതെ, നിങ്ങൾ എത്ര വലിയ പാപിയാണെങ്കിലും നല്ലവരുടെ മേലും തീവരുടെ മേലും മഴ പെയ്യിക്കുന്ന നല്ലവനായ ഒരു കർത്താവും, അതെ, ഹല്ലേലൂയ. നിങ്ങൾ പാപികളാണ്, നിങ്ങൾ കുറവുള്ളവരാണ്, നിങ്ങൾ ഒരുപക്ഷെ കർത്താവിനെ ഹല്ലേലൂയ അറിയത്തില്ലാത്തവരാ. പക്ഷെ കർത്താവിന് നിങ്ങളെ അറിയാം, കർത്താവിന് നിങ്ങളെ നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് കർത്താവിനെ അറിയില്ലായിരിക്കാം, പക്ഷെ കർത്താവിന് നിങ്ങളെ വളരെ നന്നായിട്ട് അറിയാം. നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യം എന്തുമായിക്കോട്ടെ, പശ്ചാത്തലം എന്തുമായിക്കോട്ടെ, നിങ്ങളുടെ അവസ്ഥ എന്തുമായിക്കോട്ടെ, God knows you very well. കർത്താവിന് നിങ്ങളെ വളരെ നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഈ കുളക്കരയിൽ കിടന്നവനെ കുറിച്ച് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവനെ കണ്ടു, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. ഹല്ലേലൂയ. ആരും വന്ന് പറഞ്ഞില്ല കേട്ടോ, ഇവൻ 38 വർഷമായിട്ട് ഇവിടെ കിടക്കാണ്, ഈസ് ദ സീനിയർ മോസ്റ്റ്, ആരും അവിടെ വന്ന് പറഞ്ഞില്ല. പക്ഷെ കർത്താവ് എന്നെ കണ്ടപ്പോ തന്നെ അറിഞ്ഞു. കർത്താവ് അറിഞ്ഞാൽ, കർത്താവ് നിന്റെ ആവശ്യം അറിഞ്ഞാൽ കർത്താവ് അതിനകത്ത് ഇടപെടാതിരിക്കത്തില്ല. ഇവിടെ നോക്കിക്കേ, ദൈവവചനത്തിൽ കാണുന്ന ഒരു കാര്യമാണ്, അറിഞ്ഞ കർത്താവ്. അവൻ ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു അറിഞ്ഞ കർത്താവും അവന്റെ അരികിൽ പോയി, അവന്റെ കൂടെ ചെന്നിരുന്ന്, അവന്റെ അടുക്കൽ ചെന്നിരുന്ന് അവനെ ഹല്ലേലൂയ സൗഖ്യമാക്കി. പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളെ അറിയുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ അവനിൽ നിന്ന് അകലാനായിട്ട് നോക്കണ്ട. അവൻ നിങ്ങളെ അറിഞ്ഞു എന്നതിന്റെ അർത്ഥം ഹല്ലേലൂയ നിങ്ങളുടെ ആവശ്യത്തിൽ അവൻ ഇടപെടാൻ പോവുക. അയ്യോ, ഞാൻ പാപിയാണെന്ന് ദൈവം അറിയുമ്പോൾ എന്നെ അംഗീകരിക്കാൻ പറ്റുമോ? ഞാൻ കൊള്ളത്തില്ലാത്തവനാണെന്ന് ദൈവം എന്നെ അറിഞ്ഞു കഴിയുമ്പോൾ ഹല്ലേലൂയ എന്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ഞാൻ കൊള്ളത്തില്ലാത്തവനായി, ഞാൻ പ്രയോജനമില്ലാത്തവനായി മാറി, ഞാൻ ഒരു പ്രയോജനമില്ലാത്തവനായി തീർന്ന എന്നെ ദൈവം അറിയുമ്പോൾ എന്നെ വിടുവിക്കുവോ? പ്രിയപ്പെട്ടവർ, ഞാനൊരു കാര്യം പറയട്ടെ, അവൻ അറിഞ്ഞെങ്കിൽ നിന്റെ ബലഹീനതകളെ അവൻ അറിയാം, നിന്റെ കുറവുകളെ അവൻ അറിയാം. അവനെ പോലെ നിന്റെ ആ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാനും കരുതുവാനും ഈ ഭൂമിയിൽ വേറെ ആരുമില്ല. അവൻ സൗഖ്യം തരുന്നവൻ മാത്രമല്ല, പാപത്തിൽ നിന്ന് ജയം തരുന്നവനാ, നിന്റെ കുറ്റബോധത്തിൽ നിന്ന് എന്നെ വിടുവിക്കുന്നവനാ. ആമേൻ. നിന്റെ ജീവിതത്തിനകത്ത് ജയിക്കാൻ കഴിയാത്ത മേഖലകളിൽ ജയം തരാനായിട്ട് അവൻ ശക്തനാ. വചനം, ദൈവവചനം പുറപ്പെട്ടു, വെള്ളം കലങ്ങിയില്ല, അവിടെ വെള്ളം കലങ്ങിയില്ല, ദൂതൻ ഇറങ്ങിയില്ല, ഇവൻ ആദ്യം ചാടിയില്ല, ഒറ്റക്കാര്യം നടന്നു. കിടക്ക് എടുത്ത് നടക്ക എന്ന് പറയുന്ന
വചനം പുറപ്പെട്ടു. എവിടുന്ന പുറപ്പെട്ടെന്നറിയാമോ? ഹല്ലേലൂയ, വെള്ളം കലക്കണ്ട ദൂതന്റെ മേൽ അധികാരമുള്ളവനാ ഈ വചനം പറയുന്നത്. വെള്ളം കലക്കാൻ ആ ബെഥസ്ദ ഇറങ്ങി വെള്ളം കലക്കുന്ന ദൂതനില്ലേ, ആ ദൂതന്റെ മേൽ അധികാരമുള്ള കർത്താവ് പറയുന്നത് കിടക്കെടുത്ത് നടക്കാൻ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നിങ്ങളെ അനേകര് സൗഖ്യമാക്കാനായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം, ഒരാൾ കൈവച്ചിരുന്നെങ്കിൽ, എന്റെ തലമേലൊന്ന് കൈവച്ചിരുന്നെങ്കിൽ, അവര് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, അതേ പ്രിയപ്പെട്ടവരെ, അവരെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്ന, അവരെ കൈവയ്ക്കുമ്പോൾ അതിന്റെ മേൽ ഇടപെടുന്ന കർത്താവിന്റെ വചനമാണ് നിങ്ങളോട് പറയുന്നത്. എഴുന്നേൽക്ക, സൗഖ്യം പ്രാപിക്കുക, ആമേൻ, സന്തോഷിക്കുക, ജീവൻ പ്രാപിക്കുക യേശുവിന്റെ നാമത്തിൽ. യെസ്, ഗെറ്റ് റെഡി ഫോർ യുവർ ഹീലിംഗ്, ഗെറ്റ് റെഡി ഫോർ യുവർ മിറക്കിൾ. ഒന്ന് തയ്യാറായിക്കേ, അത്ഭുതത്തിനായും തയ്യാറായിക്കും, വിട്ടുതല്ലായും തയ്യാറായിക്കും. ഇപ്പോൾ തന്നെ അത്ഭുതം നടക്കാൻ പോവാ. ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് നന്ദി പറയുന്നു. കർത്താവേ, ഹല്ലേലൂയ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിന്റെ ആമേൻ ശൂന്യതകൾ മാറട്ടെ, അന്ധകാരങ്ങൾ മാറട്ടെ. കർത്താവ് അവരുടെ ജീവിതത്തിനകത്ത് അവർ തന്നെ ആമേൻ ഹല്ലേലൂയ എഴുതി വെച്ചിരിക്കുന്ന അവരെ കുറിച്ചുള്ള ആമേൻ ആ ടൈറ്റിലുകൾ അവർ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പാപിയെ, ഞാൻ കൊള്ളത്തില്ലാത്തവനാ, ആ ചിന്തകൾ അവരുടെ അകത്തുനിന്ന് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ആമേൻ. യേശുവിന്റെ നാമത്തിൽ എല്ലാ കർത്താവ് നിയമങ്ങൾ, സാധ്യതകൾ പലതും പറയുന്നുണ്ട്. ആമേൻ, ഈ രോഗത്തിന് ഇന്നതാണ് അവസ്ഥ, അത് അതിന്റെ നിയമം അങ്ങനെ, അതിന്റെ രീതി അങ്ങനെ. പക്ഷെ കർത്താവ് പറയാം, ശബത്തിന്റെ രീതി ഇങ്ങനെയൊക്കെയാ, പക്ഷെ ഞാൻ വേറൊരു രീതിയിലാളാ. എന്റെ രീതി എന്താണെന്നറിയോ? ശബത്തിന്റെ യഥാർത്ഥ ഫ്രീഡം പ്രഖ്യാപിക്കുന്നവനാ. ആ കർത്താവ് ഇന്ന് നിങ്ങളോട് പറയുകയാണ്, ഹല്ലേലൂയ, സൗഖ്യമാകാൻ നിയമം പറയുന്ന ദൈവമല്ല, സൗഖ്യമാകാൻ ഹല്ലേലൂയ കൽപ്പിക്കുന്ന ദൈവം ഇന്ന് നിങ്ങളോട് പറയുന്നു. സൗഖ്യം പ്രാപിക്കുക. ആ ബലഹീനമായ ശരീരത്തിന് മേൽ ജീവൻ വെളിപ്പെടട്ടെ, അത്ഭുത സൗഖ്യം വെളിപ്പെടട്ടെ. ഇപ്പോൾ തന്നെ ബലഹീനതകൾ മാറട്ടെ, അത്ഭുത വിടുതലുണ്ടാകട്ടെ, ജീവൻ വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തില്. അധികാരത്തോടെ വചനം വെളിപ്പെടട്ടെ കർത്താവേ. ആ ഭാരങ്ങൾ മാറട്ടെ, അകത്തു നിന്ന് കർത്താവ് ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥ മാറട്ടെ കർത്താവേ. ഹല്ലേലൂയ, നിരാശകൾ മാറട്ടെ, ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥകൾ യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, നിന്നെ സ്വസ്ഥമാക്കുന്ന കരം, വിടുവിക്കുന്ന കരം നീട്ടിയതിനായിട്ട് നന്ദി കർത്താവേ. അത്ഭുതം ചെയ്തതിനായി സ്തോത്രം. മഹത്വമെല്ലാം മറക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളിൽ അത്ഭുതം ചെയ്തു കഴിഞ്ഞിരിക്കുക. കർത്താവിന്റെ വചനം ജീവിപ്പിക്കുന്ന വചനമാണ്. അതേ പ്രിയപ്പെട്ടവർ, ഇവിടെ ഈ പറയുന്ന വചനം ശബ്ദമായിട്ടല്ല, ശക്തിയായിട്ടാണ് വെളിപ്പെടുന്നത്. നിങ്ങളിൽ അത്ഭുതം നടന്നു കഴിഞ്ഞിരിക്കുക. അതുകൊണ്ട് ഹല്ലേലൂയ, നിങ്ങളുടെ സാക്ഷ്യങ്ങളും നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളും ഞങ്ങളുമായിട്ട് പങ്കുവെക്കുക. നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാനും നിങ്ങളോടൊപ്പം കർത്താവിന് സ്തോത്രം ചെയ്യാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ പ്രോഗ്രാം കാണാനായിട്ട് സമയം കണ്ടെത്തിയതിൽ വളരെ സന്തോഷം. നിങ്ങൾ കാണുകയും മറ്റുള്ളവരെ പ്രോഗ്രാം പരിചയപ്പെടുത്തുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും 1 മണിക്കൂർ നിൽക്കുന്ന ഒരു ദൈവവചന പഠന പരമ്പരയുണ്ട്. നിങ്ങൾക്കതിൽ പ്രവേശിക്കാവുന്നതാണ്. അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങളൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ പ്രവേശിപ്പിക്കുന്നതാണ്. അത് നിശ്ചയമായിട്ട് നിങ്ങൾക്ക് പ്രയോജനകരമായിരിക്കും. ഈ പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുന്നതിലൂടെ നിങ്ങൾ ഈ പ്രോഗ്രാമിന്റെ പങ്കാളികളായി തീരുകയാണ്. ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കുക, ജീവിതങ്ങളുടെ വിടുതലായി തീരാനായിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ www.10toFlow.org എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്നതിലൂടെ ഞങ്ങളുടെ ശുശ്രൂഷകളെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയാനുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ട്. ആമേൻ. അതുപോലെ തന്നെ എല്ലാ നിലയിലും ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കാളിത്തം വഹിക്കാവുന്നതാണ്. ആമേൻ. പ്രത്യേകിച്ച് നിങ്ങളത് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയും നിങ്ങളെ തുടർച്ചയായി കാണുകയും ചെയ്യുക. കർത്താവ് നിങ്ങളെ അസാധാരണമായ ഒരു അനുഗ്രഹ വിഷയമായിട്ട് അനേകരുടെ മുമ്പിൽ ഒരു മാതൃകയും അടയാളവുമായിട്ട് കർത്താവ് നിർത്തട്ടെ. ഗാഡ് ബ്ലസ് യു.